നിങ്ങൾക്കറിയാത്ത കാര്യം ലോകത്തില്ല എന്ന് എന്തിനാ ചിന്തിക്കണേ? നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ പിറകിലില്ല എന്ന് വിചാരിക്കണ പോലെയല്ലേ? നിങ്ങൾ മുന്നോട്ടല്ലേ നോക്കാൻ പറ്റും, നിങ്ങൾക്ക് പിറകിൽ കണ്ണില്ലല്ലോ. പിന്നെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്ന ഒരു യുക്തിപരമായ കഴിവുണ്ടാവണം. ചുറ്റുപാടിനെ നിരീക്ഷിക്കാം. ഈ ലോകത്ത് 1,00,000-ൽ പരം ഭാഷകളുണ്ട്. മലയാളം പറയണ ഒരാൾ പറയണേ, ഇയാളെന്ത് പൊട്ടത്തര പറയണ, ആരെക്കുറിച്ച്? ഇംഗ്ലീഷ് പറയുന്ന ആളെ കുറിച്ച്. നിനക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നത് നിന്റെ കുറവല്ലേ? അവരൊക്കെ മനസ്സിലാക്കിയത് അറിവ് ഒരു ദിശേനേ വരൂ എന്നാണ്. അറിവ് ഒരു ദിശേനേ വരൂ. അവർ പഠിച്ചത് മാത്രമേ ഈ ലോകത്ത് അറിവായിട്ടുള്ളൂ. മറ്റൊന്നും ഇവിടെ അറിവായിട്ടില്ല. മറ്റു പറയുന്നതൊക്കെ അബദ്ധമാണ്, അൺസയന്റിഫിക് ആണ്, അശാസ്ത്രീയമാണ്. അത്ഭുതം തോന്നി. എന്തിനാ വിവരക്കേട് സ്വയം? ഞാനൊരു വിവരമില്ലാത്ത ആളാണ്, എന്തിനാ സ്വയം മാലോകരെ അറിയിക്കുന്നത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ, അമ്മാ ബഅദ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധ ഖുർആനിൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ആയത്ത് പരിചയപ്പെട്ടു. രോഗം വരാതിരിക്കാൻ ഖുർആൻ മുന്നോട്ട് വെച്ച മാർഗനിർദ്ദേശം എന്ത്? സർവകാലികം സർവ ലോകത്തിനും അനുഗ്രഹമായ ഖുർആൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവമുള്ളൊരു കാര്യമാണിത്. കാരണം എനിക്ക് രോഗം വരരുത് എന്നാഗ്രഹിക്കുന്നവർക്ക് ഹിക്മ ഹീലിംഗ് നൽകുന്ന സന്ദേശം, നമ്മുടെ യൂട്യൂബ് ചാനൽ നൽകുന്ന സന്ദേശം എന്താണ്? ഖുർആനിനെ ആശ്രയിക്കൂ. ഖുർആനിലെ രോഗവിപാടന സന്ദേശം നമുക്ക് പറഞ്ഞു തന്നത് ലോക പ്രശസ്ത പണ്ഡിതനായ ഇമാം റംലി റഹ്മത്തുള്ളാഹി തങ്ങളാണ്. നീ തിന്നുക, കുടിക്കുക, കുടിക്കുന്നതിലും തിന്നുന്നതിലും അല്ലാത്ത കാര്യത്തിലും അമിതം പ്രവർത്തിക്കാതിരിക്കുക, മിതത്വം പാലിക്കുക. ഇത് വലിയൊരു സന്ദേശമാണ്. പിന്നെ നമ്മൾ അന്ന് പരിചയപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമാണ്. മദീനയിൽ രോഗികൾ ഇല്ലാതായത് അവർ വയറ് നിറയെ ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്. മാത്രമല്ല, വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാറുള്ളൂ. ഞാൻ അന്ന് പറഞ്ഞൊരു വിഷയം, 4 കാര്യങ്ങൾ നമ്മുടെ അറിവിലേക്ക് അനിവാര്യമാണ്. 4 കാര്യങ്ങൾ. എപ്പോഴാണ് മനുഷ്യന് ഭക്ഷണം ആവശ്യമുള്ളത്? വളരെ ലളിതമായിട്ട് ഏതൊരാൾക്കും ആലോചിച്ചാൽ കിട്ടുന്ന ഉത്തരം വിശക്കും. അപ്പോൾ വിശപ്പ് എന്നുള്ളത് ഒരു വികാരമാണ്. ശരീരം അതിന് പ്രവർത്തിക്കാനുള്ള എനർജിയിലേക്ക് വൈറ്റമിൻസ് അല്ലെങ്കിൽ മിനറൽസ്, പ്രോട്ടീൻസ് ആവശ്യമുണ്ട്. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ എടുക്കൂ എന്നൊരു നിർദ്ദേശം നമുക്ക് നൽകലാണ് സത്യത്തിൽ വിശപ്പ് എന്നുള്ളത്. അപ്പോൾ വിശന്നാലേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ. സ്വാഭാവികമായി ഏതൊരു ആരോഗ്യമുള്ള മനുഷ്യനും, അതായത് സ്വിഹത്തുള്ള മനുഷ്യനും ഭക്ഷണത്തിലേക്ക് താല്പര്യം വരുന്ന ഒരു സമയം പ്രഭാതമാണ്. അപ്പോൾ എപ്പോൾ ഭക്ഷണം കഴിക്കണം? പ്രഭാതത്തിൽ കഴിക്കണം. എന്നതുപോലെ തന്നെ ശാരീരിക പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കുന്ന ഒരാൾക്ക് പിന്നീട് അനിവാര്യമായും ഭക്ഷണത്തിലേക്ക് ആഗ്രഹം വരുന്ന മറ്റൊരു സമയം സായാഹ്നം, ഈവനിങ്, വൈകുന്നേരമാണ്. അതായത് സൂര്യാസ്തമയം നടന്ന ശേഷം. അപ്പൊ സൂര്യാസ്തമയം നടന്ന ശേഷവും സൂര്യാസ്തമയത്തിന് മുന്നേയും, പറ്റുമെങ്കിൽ സൂര്യോദയത്തിന്റെ 2 മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരപ്രദമാണ്. ഞാൻ എൻ്റെ പല സ്പീച്ചിലും പല പ്രസംഗങ്ങളിലും ഞാനിത് ഉണർത്തിയിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മുടെ ചാനലിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. പറ്റുമെങ്കിൽ നമ്മൾ പ്രഭാത ഭക്ഷണം പഴഭക്ഷണമാക്കുക. അത് സുബഹിൻ്റെ നേരത്ത്, ഇപ്പം നമ്മൾ വിശ്വാസികളാണ്, നമ്മൾ ആ നിലക്കുള്ള സന്ദേശങ്ങളാണ് നമ്മൾ നൽകുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പറയുന്ന ശാസ്ത്രം മദീനയുടെയും മക്കയുടെയും ഖുർആന്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ചെടുത്ത സഹാബത്തെ കിറാം റളിയല്ലാഹു തആല അൻഹും ഇവരൊക്കെ പഠിപ്പിച്ചൊരു സയൻസാണ് നമ്മൾ പറയുന്നത്. പലപ്പോഴും നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ താഴെ വരുന്ന ചില കുറിപ്പുകൾ എനിക്ക് രസം തോന്നാറുണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയത് അറിവ് ഒരു ദിശേനേ വരുമെന്നാണ്.
അറിവ് ഒരു ദിശേന്നേ വരൂ. അവർ പഠിച്ചത് മാത്രമേ ഈ ലോകത്ത് അറിവായിട്ടുള്ളൂ. മറ്റൊന്നും ഇവിടെ അറിവായിട്ടില്ല. മറ്റു പറയുന്നതൊക്കെ അബദ്ധമാണ്, അൺസയൻറ്റിഫിക് ആണ്, അശാസ്ത്രീയമാണ്. അത്ഭുതം തോന്നി. എന്തിനാ വിവരക്കേട് സ്വയം, ഞാനൊരു വിവരമില്ലാത്ത ആളാണ്, എന്തിനാ സ്വയം മാലോകരെ അറിയിക്കുന്നത് എന്ന് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ലോകത്ത് എത്ര തരം അറിവുകളുണ്ടെന്ന്, ലോകത്ത് ഏതെല്ലാം കോണുകളിൽ നിന്ന് അറിവ് വന്നിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ ഭാരതത്തിൽ തന്നെ എത്ര തരം അറിവുകളുണ്ട്. ഭാരതത്തിൽ എന്തുകൊണ്ടാണ്, നമ്മുടെ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് ഇത്രമേൽ വിശ്വാസ വൈജാത്യങ്ങൾ വന്നത്, സാംസ്കാരിക വിഭിന്നത വന്നത് എന്തുകൊണ്ടാണ്? വിഭിന്ന കോണുകളിൽ നിന്ന് വന്ന അറിവുകൾ കൊണ്ടാണ്. ഇത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവണം. അപ്പൊ ഇസ്ലാമിനെ ബേസ് ചെയ്തിട്ട് പറയുന്ന അറിവ്, ഖുർആനെ ബേസ് ചെയ്തിട്ട് പറയുന്ന അറിവ് തന്നെ എത്ര വിഭിന്നമാണ്. ഇസ്ലാം എത്ര വിശാലമാണ്, വളരെ വിശാലമാണ് ഇസ്ലാം. നിസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ ഇസ്ലാമിന് എന്തെല്ലാം വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുണ്ട്. ഷാഫിയും ഹനഫിയും ഹംബലിയും മാലിക്കും എങ്ങനെ ഉണ്ടായതാണ്? അറിവിന്റെ വൈചാത്യങ്ങൾ കൊണ്ടുണ്ടായതാണ്. ഏതെങ്കിലും ഒന്നിനെ തള്ളിക്കളയാൻ പറ്റുമോ? ഒരു ഷാഫി മദ്ഹബുകാരനെ ഹനഫി മദ്ഹബുകാരനെ തള്ളിക്കളയാൻ പാടുണ്ടോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തെ ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ ആളുകൾക്ക് എഴുതി തള്ളാൻ ഒക്കൂ? അറിവ് വിഭിന്നമാണ്, വ്യത്യസ്തമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും അതാണ്. അപ്പോ നമുക്കറിയാം ഈ കുറിപ്പുകാർ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നറിയാം. വീണ്ടും കുറിപ്പുകൾ സ്വാഗതം ചെയ്യുന്നു. അതൊരു മാറ്റർ അല്ല, അതൊരു സബ്ജക്റ്റ് ഒന്നുമല്ല. നമ്മൾ പറയുന്നത് ഖുർആനിനെ ആശ്രയിച്ചുകൊണ്ട്, അത് പറഞ്ഞു പ്രചരിപ്പിച്ച പണ്ഡിതന്മാരെ ആശ്രയിച്ചുകൊണ്ടതാണ്. നേർക്ക് നേരെ ഖുർആനെ വ്യാഖ്യാനിക്കാനുള്ള കഴിവൊന്നും ഈ വിനീതനായ എനിക്കില്ല. നേർക്ക് നേരെ ലഫ്ള് വായിച്ച് ഹദീസിന്റെ അർത്ഥം പറയാനുള്ള കഴിവും എനിക്കില്ല. നമ്മൾ പലതും പറയുന്നത് ആദരണീയരായ ഗുരു പരമ്പരകളിലൂടെ, ഗുരുനാഥന്മാരിലൂടെ, അവരുടെ ലെക്ചറിങ്ങിൽ നിന്ന്, അവരുടെ അധ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കിയ സന്ദേശങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. അത് ചിലപ്പോൾ കോടിയിലൊരു അംശം മാത്രമേ ആവത്തുള്ളൂ. അപ്പൊ ഇസ്ലാമിന്റെ അറിവ്, ഹദീസിന്റെ അറിവ്, ഖുർആന്റെ അറിവ് നിലവിലെ ലോക വ്യവസ്ഥിതിയിൽ നിന്ന് പലതിൽ നിന്നും വളരെ വിഭിന്നമാണ്, വളരെ വ്യത്യസ്തമാണ്. പക്ഷെ എല്ലാ കാലത്തും ആരുടെ മുന്നിലും സമർപ്പിക്കാൻ പറ്റുന്നതുമാണ്. ആരുടെ മുന്നിലും സമർപ്പിക്കാൻ പറ്റുന്ന അറിവാണ് ഖുർആന്റേത്. ഓക്കെ, ഞാൻ ഇടയിൽ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് പോയി എന്ന് മാത്രം. നമ്മൾ പറഞ്ഞു വരുന്നത് എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. നമ്മളെല്ലാവരും അറിയേണ്ട ഒരു കാര്യമാണ്, എപ്പോഴാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വിശക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. സ്വാഭാവികമായി മനുഷ്യരിൽ വിശപ്പുണ്ടാകുന്ന രണ്ട് സമയങ്ങൾ ഏതാണ്? പ്രഭാതവും പ്രദോഷവുമാണ്. ഈ രണ്ട് സമയത്തിനും മനുഷ്യനും മനുഷ്യന്റെ വയറിനും ദഹന പ്രക്രിയക്കൊക്കെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. നമ്മൾ അങ്ങനെ ഒരു വിശാലതയോടുകൂടി പറയാൻ പറ്റുന്ന ഒരു മാറ്റർ അല്ല ഇത്. നമ്മൾ ചുരുക്കി പറയാം. കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുള്ളവർ ചോദ്യങ്ങളായി ചോദിക്കുകയാണെങ്കിൽ വീണ്ടും മറുപടി പറയാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, വിശക്കുമ്പോഴാണ് കഴിക്കേണ്ടത്. സ്വാഭാവികമായി നമ്മളിൽ വിശപ്പുണ്ടാകുന്ന സമയം രണ്ട്: പ്രഭാതം, പ്രദോഷം. നോക്കൂ, ഇസ്ലാമിലെ വളരെ പുണ്യകരമായ ഒരു ഇബാദത്താണ് നോമ്പ്. നോമ്പ് മനുഷ്യനെ പട്ടിണിക്കിട്ട് പരീക്ഷിക്കലൊന്നും അല്ല. പട്ടിണി അതിൻ്റെ ഭാഗമാണ്, ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിൽക്കൽ അതിൻ്റെ ഭാഗമാണ്. അതിന് ശാരീരികവും മാനസികവുമായ ഒരുപാട് ഉൾവശങ്ങളുണ്ട്. അത് ഇസ്ലാമിക ശാസ്ത്ര രീതിയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് കണ്ടെത്താനും പറ്റും. മനുഷ്യനെ, അവൻ്റെ ചിന്തയെ, അവൻ്റെ മനസ്സിനെ, ശരീരത്തെ ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നോമ്പുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഇൻഷാ അല്ലാഹ് ഒരുപക്ഷെ റമദാനിനോട് അനുബന്ധിച്ച് നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരുന്ന ക്ലാസ്സുകളിൽ നമുക്കത് ചർച്ച ചെയ്യാം. നമ്മളിപ്പോൾ പഠിക്കേണ്ടത് എപ്പോൾ കഴിക്കണം. പ്രഭാതത്തിൽ കഴിക്കണം, പ്രദോഷത്തിൽ കഴിക്കണം. അതായത് സൂര്യാസ്തമയത്തിൻ്റെ ഉടനെ കഴിക്കണം. സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കഴിക്കാൻ പറ്റുമെങ്കിൽ ബെറ്ററാണ്. പ്രഭാത ഭക്ഷണം പറ്റുന്നതും 8 മണിക്ക് മുന്നേ ആക്കാൻ പറ്റുമെങ്കിൽ കൂടുതൽ നല്ലതാണ്. എത്ര വൈകുന്നോ അത്ര കണ്ട് നിങ്ങൾക്ക് പ്രയാസങ്ങൾ വരും. മസ്തിഷ്ക സംബന്ധമായ പ്രയാസങ്ങളും ഹൃദയ സംബന്ധമായ പ്രയാസങ്ങളും വരും. കാരണം ഹൃദയം ഉണർവിലേക്ക്, നമ്മളിപ്പോൾ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ജീവിതചര്യകളുടെ ഉണർവിലേക്ക് ശരീരത്തെ, പ്രത്യേകിച്ചും ഹൃദയത്തെയും മസ്തിഷ്കത്തെയും ഉദ്ദീപിപ്പിക്കാൻ, ഉണർത്താൻ സഹായകമാകുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കേണ്ടത് പ്രഭാതത്തിലാണ്. അതുകൊണ്ടാണ് പ്രഭാതത്തിൽ കഴിക്കുന്ന ഭക്ഷണം പഴങ്ങളാവുന്നത് നല്ലതാണ് എന്ന് പറയുന്നത്.
അത്താഴം പോലും പഴം കൊണ്ടാവണം എന്ന് പഠിപ്പിച്ചവരാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സുബഹിൻ്റെ നേരത്ത് തന്നെ പഴങ്ങൾ കൊണ്ട് എല്ലാ പ്രഭാതത്തിലെയും ഭക്ഷണങ്ങൾ ആരംഭിക്കുക. ഞാൻ നല്ലൊരു മെത്തേഡ് പറയാണ്. അത് ഈത്തപ്പഴമോ ഏത്തപ്പഴം കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നേന്ത്രപ്പഴമാണ്. കാരണം നമ്മുടെ കേരളത്തിൽ പല പ്രദേശത്ത് പല പേരുകളാണ്. നേന്ത്രപ്പഴം നന്നായി പഴുത്ത് തൊലി കറുത്ത് തൊട്ടാൽ സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്ന നേന്ത്രപ്പഴം പ്രഭാതത്തിൽ കഴിക്കുന്നത് ഹൃദയത്തിനും മസ്തിഷ്കത്തിനും വളരെ ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ചും അധ്വാനമുള്ള ജോലി ചെയ്യുന്നവർ, നന്നായി പഠിക്കുന്ന കുട്ടികൾ, ബിസിനസ്സിൽ ഏർപ്പെടുന്ന ആളുകൾ, അവർക്കൊക്കെ ഏറ്റവും അത്യന്താപേക്ഷിതമായ പ്രഭാത ഭക്ഷണമാണ് പഴങ്ങൾ. നമ്മൾ ഉപേക്ഷിക്കാതിരിക്കുക. ഹൃദയത്തെ ശക്തിപ്പെടുത്താനും മസ്തിഷ്കത്തെ ശക്തിപ്പെടുത്താനും അസ്ഥി വ്യവസ്ഥകളെ, നമ്മുടെ എല്ലുകളെ ശക്തിപ്പെടുത്താനൊക്കെ ഇതിന് കഴിയുന്ന ഗുണം അപാരമാണ്. അപ്പോൾ പഴങ്ങൾ കൊണ്ട് പ്രഭാതത്തെ ആരംഭിക്കുക. ശേഷം ഇച്ചിരി ചൂടുള്ള എന്തെങ്കിലും പാനീയം ഉപയോഗിക്കാം. ചില ആളുകൾ പച്ചവെള്ളം കൊണ്ടാണ് പ്രഭാതം തുടങ്ങേണ്ടത് എന്ന അഭിപ്രായമുള്ളവരുണ്ട്. അത്തരം ആളുകൾ അത് പറയുന്നതിന് അവർക്ക് അവരുടേതായ ചില വസ്തുതകൾ, അവർക്ക് മനസ്സിലായ വസ്തുതകളുണ്ട്. ഇസ്ലാമിക വൈദ്യശാസ്ത്ര വീക്ഷണത്തിൽ പഴം കൊണ്ടാണ് ഒരു മനുഷ്യന്റെ പ്രഭാതം ആരംഭിക്കേണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലാണ് പറയുന്നത്. കാരണം ഭൂമിയിൽ മനുഷ്യൻ താമസം ആരംഭിച്ചത് പഴഭക്ഷണത്തോടു കൂടിയാണ് എന്ന് ഖുർആനിക ചരിത്ര ഭാഗങ്ങൾ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. ഭൂമിയിലെ ആദ്യത്തെ മനുഷ്യൻ, അതായത് അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഭൂമിയിലേക്ക് താമസിക്കാൻ വരുമ്പം 16 അല്ലെങ്കിൽ 16 പഴങ്ങളുമായിട്ടാണ് സ്വർഗലോകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നത്. അപ്പം ആദ്യത്തെ ഭക്ഷണം എപ്പോഴും പഴമാവുന്നതിൻ്റെ ഒരു യുക്തി അതാണ്. പിന്നെ ഹൃദയ പ്രവർത്തനം, മസ്തിഷ്ക പ്രവർത്തനം, ഉദര പ്രവർത്തനം, ഇങ്ങനെ പലതും അതിനോട് റിലേറ്റഡ് ആയിട്ട് പറയാനുണ്ട്. സമയദൈർഘ്യം പകർന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിശാലതയിലേക്ക് പോവാത്തത്. നമുക്ക് മറ്റ് ചർച്ചകളിൽ അത് വരും. കാരണം ഫ്രൂട്ടേറിയൻ തെറാപ്പി അല്ലെങ്കിൽ പഴഭക്ഷണം കൊണ്ട് മനുഷ്യന് കിട്ടുന്ന ഗുണം ഒരു വിഷയം നമുക്കതാക്കി ചർച്ച ചെയ്യാം. പിന്നെ പലപ്പോഴും ഒരു വലിയ ആശങ്കയുണ്ട്, പ്രമേഹ രോഗി ഈ മധുരമുള്ള പഴം കഴിച്ചാൽ എന്താകും? ഇത് വലിയൊരു വിഷയമാണ്. നമുക്ക് പ്രമേഹത്തിൻ്റെ നല്ലൊരു ക്ലാസ് വരുന്നുണ്ട്, നമുക്ക് അവിടെ വിശദമായി ചർച്ച ചെയ്യാം. പഴം, മനുഷ്യൻ, പ്രമേഹ രോഗിയും പഴവും, പ്രമേഹ രോഗിയും മധുരവും വലിയ വിഷയമാണല്ലോ. ഒരു പ്രമേഹ രോഗി മധുരം കഴിക്കാതെ മധുരത്തോടുള്ള അയ്യോ എല്ലാവരും മധുരം കഴിക്കുന്നു, എനിക്ക് മാത്രം മധുരമില്ല. മനുഷ്യന്റെ മനസ്സിന്റെ സന്തോഷം നിലനിർത്തുന്നതിൽ മധുരത്തിന് വലിയ പങ്കുണ്ട്. മനുഷ്യന്റെ ശരീരത്തിലെ ഉണർവുകൾ നിലനിർത്തുന്നതിൽ വലിയ പങ്കുണ്ട്. ഹൃദയത്തിന്റെ ശക്തി നിലനിർത്തുന്നതിലും മാത്രമല്ല, ഓസ്റ്റിയോ കാർഡിയോളജി പ്രധാന വിഷയമാണ്. നമുക്ക് ആർത്രൈറ്റിസ് രോഗങ്ങൾ ഉടലെടുക്കുന്നതിലും അത് നിലനിൽക്കുന്നതിലും പഴം കഴിക്കാത്ത മധുരമില്ലാത്ത ജീവിതം നയിക്കുന്ന ആളുടെ പങ്ക് പറയാനുണ്ട്. അപ്പം മധുരമില്ലാത്ത ജീവിതം മനുഷ്യ മനസ്സിനെ എന്തുമാത്രം വരൾച്ചയുള്ളതാക്കുന്നു, എത്രമാത്രം മനുഷ്യന്റെ ഉണർവ് നഷ്ടപ്പെടുത്തുന്നു, നമുക്ക് പഠിക്കേണ്ട കാര്യമാണ്. ഞാനതാ പറഞ്ഞത്, അറിവ് വിഭിന്നമാണ്, ശാസ്ത്രം വിഭിന്നമാണ്. ഒരു ദിശയിൽ നിന്ന് വന്നത് മാത്രമേ സത്യമാവൂ, അതേ സത്യമാകാവൂ എന്ന വിശ്വാസം നമ്മളിൽ അടിയുറച്ചു പോയാൽ നഷ്ടപ്പെടുന്നത് സന്തോഷമുള്ള ജീവിതമായിരിക്കും. സന്തോഷമുള്ള ജീവിതം തന്നെയായിരിക്കും. ഇസ്ലാമിക സമൂഹം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സംഭാവന അറിവാണ്. നമ്മളെപ്പോഴും മനസ്സിലാക്കണം. ഇസ്ലാമിക സമൂഹം ലോകത്തിന് സമർപ്പിച്ച ഏറ്റവും വലിയ സംഭാവന അറിവാണ്. ലോക നാഗരികതകൾ സൃഷ്ടിക്കുന്നതിലും സാംസ്കാരിക വിഭിന്നതകൾ സൃഷ്ടിക്കുന്നതിലും സാംസ്കാരിക സമന്വയം രൂപപ്പെടുത്തുന്നതിലും ഇസ്ലാമിൻ്റെ ഇടപെടൽ ചെറുതല്ല, വളരെ വലുതാണ്. വലിയ വിശാലതയുണ്ട് ഇസ്ലാം എന്ന് പറയുമ്പോൾ. മനുഷ്യനോളം വിഭിന്നത ഇസ്ലാമിനുണ്ട്. നമ്മൾ എത്ര തരം മനുഷ്യനെയാണ് ലോകത്ത് കാണുന്നത്, എത്ര തരം സംസ്കാരങ്ങളെയാണ് ലോകത്ത് കാണുന്നത്. നിങ്ങൾ നോക്കൂ, മനുഷ്യന്റെ മുഖപ്രകൃതിയിൽ എത്ര തരം വ്യത്യാസമാണ്. മനുഷ്യന്റെ രുചി താല്പര്യങ്ങളിൽ, നമ്മൾ ഈ ഭക്ഷണത്തിന്റെ വിഷയം പറയുമ്പോൾ തന്നെ അതിലേക്ക് കൂട്ടിച്ചേർക്കേണ്ട ഒരു കാര്യമുണ്ട്. മനുഷ്യന്റെ രുചി താല്പര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മനുഷ്യന്റെ ഭക്ഷണ താല്പര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അരിഭക്ഷണമേ കഴിക്കാത്ത ലോകത്ത് എത്ര രാജ്യങ്ങളുണ്ടെന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ. നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലേ, മത്സ്യവും മാംസവും തീരെ കഴിക്കാത്ത ജനങ്ങൾ കണ്ടിട്ടില്ലേ? നമ്മുടെ കേരളത്തിൽ നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്പൂതിരി വിഭാഗത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ എനിക്കുണ്ടായിട്ടുണ്ട്.
എൻ്റെ ക്ലാസ്മേറ്റ്സ് ഉണ്ട്. അവർ മത്സ്യം കഴിക്കത്തില്ല, മാംസം കഴിക്കത്തില്ല. അവർ ജീവിക്കുന്നുണ്ട്. അവരുടെ രുചി സംസ്കാരം, അവരുടെ രുചിയോടുള്ള താല്പര്യം ആ രൂപത്തിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. അവരെ നമ്മൾ പിന്തിരിപ്പന്മാരായി കാണുന്നുണ്ടോ? ഇല്ലല്ലോ. അവരൊന്നിനും കൊള്ളാത്തരുതവരായിട്ട് നമ്മൾ കാണുന്നുണ്ടോ? കാണാൻ പാടുണ്ടോ? അവരുടെ വിശ്വാസത്തോട് ചേർന്ന ഒരു ജീവിത സംസ്കാരത്തെ ചിട്ടപ്പെടുത്തി അതിലടിയുറച്ച് നിൽക്കണം. നമ്മൾ മനസ്സിലാക്കണം. അപ്പം മനുഷ്യന്റെ രുചിയോടുള്ള താല്പര്യവും അതിൻ്റെ പിന്നിലെ വിശ്വാസപരമായ താല്പര്യത്തെയും നമ്മൾ അറിയേണ്ടതുണ്ട്. സംസ്കാരങ്ങൾ രൂപപ്പെടുന്നതിൽ, ശൈലി രൂപപ്പെടുന്നതിൽ വിശ്വാസത്തിന് വലിയ പങ്കുണ്ട്. നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. നമ്മളിത് അറിയേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ഹിക്മ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ചാനലിൻ്റെ ഒരു പ്രത്യേകത, ഒരു ടോപ്പിക്കിൽ എന്തോ ഒരു കാര്യം മാത്രം എണ്ണിപ്പെറുക്കി പറയുന്ന ചാനലല്ല. ഇതിൽ അറിവ് വല്ലാണ്ട് വരും, യുക്തി വല്ലാണ്ട് ഇതിൽ നമ്മൾ ചർച്ച ചെയ്യും. മനുഷ്യബോധ മണ്ഡലത്തെ ഉണർത്തുന്ന ഒരുപാട് പോയിന്റുകൾ നമ്മൾ പറയും. അല്ലാതെ എപ്പോൾ കഴിക്കണം, രാവിലെ കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കുക, വിശക്കുമ്പം കഴിക്കുക, കുറച്ച് ഭക്ഷണത്തിൻ്റെ ലിസ്റ്റും തന്ന് നിർത്തുന്ന ഒരു ചാനൽ പ്രോഗ്രാം അല്ല ഇത്. അറിവ് അന്വേഷിക്കുന്നവർക്ക് വലിയ സൂചനകൾ നൽകുന്ന ഒരു ചാനൽ കൂടിയാണിത്. ഗവേഷണ മനസ്സുള്ളവർക്ക്, ഇസ്ലാമിനെ കൂടുതൽ അറിയണമെന്നൊക്കെ താല്പര്യമുള്ളവർക്ക് വലിയ സൂചനകൾ നൽകുന്ന ഒരു ചാനൽ കൂടിയാണിത്. അതുകൊണ്ട് ആ ഹിക്മ ഹീലിംഗ് എന്നൊരു പേര് ഇതിനു വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഷക്കീർ, ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ സജീവമാക്കാൻ തീരുമാനിച്ചതിൻ്റെ പിന്നിലും എൻ്റെ കൂട്ടുകാരനുണ്ട്. വലിയൊരു ആരോഗ്യ അന്വേഷകനാണ്, വൈദ്യശാസ്ത്ര രംഗത്തുള്ള ആളാണ്, വ്യത്യസ്ത വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പഠിക്കുന്ന ആളാണ്. അപ്പം ഇസ്ലാമിക് വൈദ്യശാസ്ത്രത്തെ പരിചയപ്പെടുന്ന ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ഇത്തരമൊരു പേര് വളരെ എഫക്റ്റീവായ ഒരു പേര് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമാണ്. മനസ്സിലാക്കാം. അപ്പം ഹിക്മ, നിങ്ങൾ ഇസ്ലാമിക ലോകത്തെ പണ്ഡിതന്മാർ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ ഹിക്മ, ഹക്കീം, ഹിക്മത്ത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇൽമ്, അൽ ഇൽമ്, ഹിക്മത്ത്, അൽ ഹിക്മത്ത്, ഇർഫാൻ, അൽ ഇർഫാൻ, ഇൽഹാം അല്ലെങ്കിൽ വഹി. ഇൽമിനെ കാറ്റഗറൈസ് ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ ഹിക്മത്ത് എന്നതിനെ വല്ലാണ്ട് പഠിക്കാനുണ്ടാവും. അതാണ് ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത. ചില ആളുകൾ പറയുന്നത് എന്തിനാ ഇത്ര നീട്ടിപ്പരത്തി പറയണത്? നീട്ടിപ്പരത്തി പറയുമ്പോൾ എന്തൊക്കെ കിട്ടുന്ന മനസ്സിലാക്കണത്. അല്ലാതെ ഒരു പ്ലേറ്റും വെച്ച് ഇച്ചിരി ഭക്ഷണവും കാണിച്ചെന്ന് ഒരു സാധാരണക്കാരൻ നടത്തുന്ന ഒരു യൂട്യൂബ് ചാനലല്ലേ ഇത്. നമ്മൾ അങ്ങനെയും കൂടി മനസ്സിലാക്കണം. ഒരു സാധാരണക്കാരൻ നടത്തുന്ന യൂട്യൂബ് ചാനലല്ല. ഈ യൂട്യൂബ് ചാനലിൻ്റെ പിന്നിലെ ലക്ഷ്യം ചെറുതല്ല, ലോകത്തോളം വിശാലമായ ഒരു ലക്ഷ്യം ഇതിനുണ്ട്. നബവിയായ സന്ദേശങ്ങളാണ് ഇതിൻ്റെ പ്രധാനം. സാമ്പത്തികം തീരെ നമ്മൾ ലക്ഷ്യമാക്കുന്നില്ല. എന്തുകൊണ്ട്? അറിവിലൂടെ ആരോഗ്യം, അറിവിലൂടെ മുക്തി, അറിവ് പ്രചരിപ്പിക്കണം. അറിവില്ലാതെ വരുമ്പോഴാണ് പ്രത്യേകിച്ചും രോഗത്തിൻ്റെ പേരിലുള്ള ചൂഷണങ്ങളും തട്ടിപ്പുകളും ഒക്കെ നമ്മൾ വിധേയരാകുന്നത്. തട്ടിപ്പ് നടത്തുന്നവർക്ക് ഇതൊക്കെ പറയുമ്പോൾ ഭയങ്കര ബേജാറുണ്ടാവേ. ആ ബേജാറ് ചില കുറിപ്പുകളിൽ നമ്മൾ വായിച്ചറിയാറുണ്ട്. അവരുടെ ഒരു ബേജാറ്, ഇയാൾ പറയേണ്ടതല്ലോ, ഇതൊക്കെ വേറെ ആൾ പറയേണ്ടതല്ലേ. അറിവാര് പറഞ്ഞാൽ എന്താ? ഞാനതല്ല ഈ ഇന്നത്തെ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത കാര്യം ലോകത്തില്ല എന്ന് എന്തിനാ ചിന്തിക്കണേ? നിങ്ങൾ കാണാത്തത് നിങ്ങളുടെ പിറകിലില്ല എന്ന് വിചാരിക്കണ പോലെയല്ലേ. നിങ്ങൾ മുന്നോട്ടല്ലേ നോക്കാൻ പറ്റും, നിങ്ങൾക്ക് പിറകിൽ കണ്ണില്ലല്ലോ. പിന്നെ ചുറ്റുപാടിനെ നിരീക്ഷിക്കുന്ന ഒരു യുക്തിപരമായ കഴിവുണ്ടാവണം. ചുറ്റുപാടിനെ നിരീക്ഷിക്കാം. ഈ ലോകത്ത് 1,00,000-ൽ പരം ഭാഷകളുണ്ട്. മലയാളം പറയണ ഒരാൾ പറയണേ, ഇയാളെന്ത് പൊട്ടത്തര പറയണ ആരെക്കുറിച്ച്? ഇംഗ്ലീഷ് പറയുന്ന ആളെ കുറിച്ച്. നിനക്ക് ഇംഗ്ലീഷ് മനസ്സിലാവുന്നത് നിന്റെ കുറവല്ലേ? അറബി സംസാരിക്കുന്ന ഒരാളെ കണ്ടപ്പോൾ ഇയാളെന്താ വളവളെ പറയണത്? അയാൾ അറബി ഭാഷ പറയണം. ലോകത്തെ ഏറ്റവും വലിയ വൈജ്ഞാനിക സംഭാവന നൽകിയ ലോകത്ത് ഒരേ ഒരു ഭാഷ അറബി ഭാഷയാണ്. ലോകത്തിന് മുഴുവൻ വിജ്ഞാനത്തിൻ്റെ വിത്ത് നൽകിയ ഒരൊറ്റ ഭാഷയേ ഉള്ളൂ, അത് അറബ് ഭാഷയാണ്. അറിയാം, യൂറോപ്യനെ അറിവിലേക്ക് വലിച്ചു കൊണ്ടുവന്ന ഭാഷ ഏതായിരുന്നു? അറബി ഭാഷയായിരുന്നു. അപ്പോൾ അറബി പറയുന്ന ഒരാളെ കണ്ടപ്പോൾ ഇയാളെന്ത് വർത്താനം പറയണത് എന്നാണ്. ലോകത്ത് വിഭിന്നമായ ഭാഷയുണ്ട്, ലോകത്ത് വിഭിന്നമായ സംസ്കാരമുണ്ട്, ലോകത്ത് വിഭിന്നമായ മനുഷ്യനുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന് ചിന്തിക്കേണ്ട, വിഭിന്നതയുണ്ട്. പക്ഷെ അതൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, സൃഷ്ടിച്ച രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുന്ന ഒരു ശൈലി കൊണ്ടുവരണം. ഇത് ശൈലിയുടെ പ്രശ്നമാണ്, ശൈലിയുടെ പ്രശ്നമാണ്. ഇഖ്റഅ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഭ്രൂണശാസ്ത്രത്തിൻ്റെ അറിവ് ലോകത്തിന് മുമ്പിൽ ഖുർആൻ പറയുമ്പോൾ 1400 വർഷം മുമ്പാണ്. ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു തെളിവ് വെച്ചിട്ട് ഭ്രൂണശാസ്ത്രത്തെക്കുറിച്ച് 1400 വർഷം മുമ്പ് സംസാരിച്ച ഒരു കൃതി കാണിക്കാൻ പറ്റുമോ? ഒരു കൃതി കാണിക്കാൻ പറ്റുമോ ഇന്ന് ആർക്കെങ്കിലും?
1400 വർഷം ബാക്കിലുള്ളൊരു കൃതി കൊണ്ടുവരാൻ പറ്റും. ലോകത്ത് ഇന്നേ വരെ കൈമാറ്റം ചെയ്യപ്പെട്ട് വന്ന ഗ്രന്ഥങ്ങളിൽ ഒരു മനുഷ്യൻ്റെ കൈകടത്തലും വിജയിക്കാത്ത ഒരൊറ്റ ഗ്രന്ഥമല്ലേ ഉണ്ടായിട്ടുള്ളൂ, അത് ഖുർആനാണ്. ആ ഖുർആനിലെ അലഖ് എന്ന പ്രയോഗത്തിന് സമാനതയുള്ള ശാസ്ത്രാന്വേഷണത്തിന് പ്രചോദനം നൽകുന്ന ഒരു പ്രയോഗം എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പേര് പറയാൻ പറ്റും? കഴിയില്ലല്ലോ. ഞാനിതൊക്കെ ആവർത്തിച്ച് പറയേണ്ടി വരുന്നത് നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കാനാണ്. അപ്പോൾ അറിവ് പറയുന്നതോടൊപ്പം ജീവിതത്തിൽ പകർത്തേണ്ട കാര്യങ്ങൾ പറയുന്നതോടൊപ്പം ചിന്തോദ്ദീപകമായ ഒരുപാട് കാലത്തേക്ക് നിങ്ങൾക്ക് പഠിക്കാൻ ഉതകുന്ന സൂചന നൽകുന്ന കാര്യങ്ങൾ കൂടി ഹിക്മ ഹീലിംഗിൽ വരും. നീട്ടിപ്പരത്തി പറയും, കുറുക്കി പറഞ്ഞിട്ട് മനുഷ്യനെ കുറുക്കിയിട്ട് കുടുക്കിലാക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. സവിസ്തരം ചർച്ച ചെയ്യും, സവിസ്തരം വ്യക്തത വരുത്തുന്നത് വരെ വിശദീകരിക്കും. ഓക്കെ, അപ്പോൾ പ്രഭാതത്തിൽ കഴിക്കുക. വിഷയത്തിലേക്ക് തന്നെ വീണ്ടും നമ്മൾ വന്നു. പ്രഭാതത്തിൽ കഴിക്കുക, പ്രദോഷത്തിൽ കഴിക്കുക. പ്രഭാതത്തിൽ പറ്റുന്നതും പഴഭക്ഷണം കൊണ്ട് നമ്മുടെ പ്രഭാതം തുടങ്ങുക. ബ്രെയിൻ, ഹാർട്ട്, നമ്മുടെ ഹൃദയം, നമ്മുടെ അസ്ഥി വ്യവസ്ഥ, സ്കെലറ്റൽ സിസ്റ്റം, നമ്മുടെ എല്ലുകൾ, നാഡീവ്യവസ്ഥകൾ, നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹനപ്രക്രിയകൾ, ഇതിനെല്ലാം ഒരുപോലെ ഉണർത്തി ഉന്മേഷമുള്ള ഒരു പകലിനെ, കാരണം നിങ്ങൾക്ക് അള്ളാഹു പകല് വെച്ച് തന്നത് മആഷ, അധ്വാനിക്കാനാണ്, ജോലി ചെയ്യാനാണ്, പഠിക്കാനാണ്. അപ്പോൾ ഉണർവ് നൽകുന്ന ആഹാരം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രഭാതം തുടങ്ങണം. അപ്പോൾ നിങ്ങൾ ഉണർവുള്ള ഒരു പ്രഭാതത്തെയും പകലിനെയും ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? പ്രഭാതത്തിലെ ഭക്ഷണം പഴമാക്കാൻ ശ്രദ്ധിക്കുക. ഈത്തപ്പഴം കിട്ടുന്നവർ അത് കഴിക്കും. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു കാര്യം എൻ്റെ ഓർമ്മയിൽ വരികയാണ്. ഇമാം അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞൊരു വാക്ക്, നിങ്ങൾ പറ്റുമെങ്കിൽ ദിവസം ഒരു അജ്വയെങ്കിലും കഴിക്കണം നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന്. ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ അവയവമാണ് ഹൃദയം. അപ്പം നിങ്ങൾ പറ്റുമെങ്കിൽ ഒരു അജ്വയെങ്കിലും, കാരണം ഈത്തപ്പഴത്തിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള പഴമാണ് അജുവ. എല്ലാ ദിവസവും 7 അജുവ ഈത്തപ്പഴം കഴിക്കുകയാണെങ്കിൽ വിഷമേൽക്കില്ലെന്നും സിഹിർ നിങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്നും വരെ ഇസ്ലാമിക ലോകത്ത് ചർച്ചയാണ്, അറിവാണ്. അത്ര പവർഫുൾ ഫ്രൂട്ടാണ് ഏത്? ഈത്തപ്പഴത്തിലെ അജുവ. ഇത് വിശ്വാസികളുടെ ഒരു വിശ്വാസമാണ്. ഞാൻ ഇടയ്ക്കിടെ ഇത് പറയുന്നത്, വിശ്വാസമില്ലാത്തവരുടെ ഒരു ലോകമുണ്ട്, വിശ്വാസികളിൽ തന്നെ ദുർബല വിശ്വാസമുള്ളവരുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. കാരണം ഇസ്ലാം കാര്യം 5 ഈമാൻ കാര്യം 6 മാത്രം പഠിച്ച് ദീനിൻ്റെ പഠനം നിർത്തിയവർക്ക് ഇതൊക്കെ പുതിയ അറിവായിരിക്കും. അവരെ കുറ്റം പറയുമല്ല. കാരണം 5 നേരം ചെയ്യേണ്ട നിസ്കാരവും ഇടയ്ക്ക് ഉംറക്ക് പോകേണ്ട കാര്യം മാത്രം പഠിച്ചു വെച്ചവരുണ്ടാവും. പിന്നെ പള്ളിയിലും പ്രാർത്ഥനയിലും ഒതുങ്ങുന്നത് മാത്രമാണ് ഇസ്ലാം എന്ന് തെറ്റിദ്ധരിച്ച കുറേ മുസ്ലിമീങ്ങളുണ്ട്. ഞാനിതൊക്കെ തുറന്ന് പറയാണ്. അങ്ങനെയുള്ളവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. നബിസ്വല്ലാഹു അങ്ങനെ ആരോഗ്യം പറയേണ്ട ആളാണ്. അവർ സ്വർഗവും നരകവും പരിചയപ്പെടുത്തേണ്ട ഒരു മെസ്സഞ്ചർ ഓൺലി, ദൈവത്തിൻ്റെ ഒരു ദൂതൻ മാത്രമല്ലേ ആണ്. ലഹുമുൽ ബുശറാഫി ദുനിയാവല്ലാഹ്, ദുനിയാവിൽ സന്തോഷം നൽകുന്ന ആളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ദുനിയാവിലെ സന്തോഷത്തിന് ആരോഗ്യമല്ലേ ഏറ്റവും പ്രധാനം? ദുനിയാവിലെ സന്തോഷത്തിന് ഒരു മനുഷ്യന് ഏറ്റവും വേണ്ട എന്താ? ആരോഗ്യമാണ്. കോടാനുകൂടി സമ്പാദിച്ചിട്ടും ആരോഗ്യമില്ലെങ്കിൽ ഈ മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിത നിയോഗം എന്ന് പറയുന്നത് ദുനിയാവിലും സന്തോഷം മനുഷ്യന് നൽകണം. ഇസ്ലാമിക സമൂഹം അല്ലെങ്കിൽ വിശ്വാസികൾക്കൊരു വിശ്വാസം ഉണ്ടല്ലോ, നാളെ ഒരു ലോകമുണ്ട്, അവിടെയും സന്തോഷം കിട്ടാനുള്ള ഫോർമുല പറയണം. ഈ 2 ഫോർമുലയും അവതരിപ്പിക്കേണ്ട ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അതുപ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്നാൽ മാത്രമേ ഭക്ഷണം കഴിക്കാവൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മുടെ ഭക്ഷണത്തെ എപ്പോഴാണ് കഴിക്കേണ്ടത്? വിശന്നാൽ. ഒരു മനുഷ്യന് സ്വാഭാവിക വിശപ്പ് എപ്പോഴാണ് വരിക? പ്രഭാതത്തിലും പ്രദോഷത്തിലും. ഇനി അഥവാ ഒരാൾക്ക് അതിന് മധ്യാഹ്ന സമയത്ത് വിശന്നാലോ കഴിക്കണം. കഴിച്ചില്ലെങ്കിൽ ഗ്യാസ്ട്രിക് പ്രോബ്ലം വരും. ഈ ഒരു മാറ്റർ കൂടി ഇവിടെ പഠിക്കാനുണ്ട്. നമ്മൾ രാവിലെയും രാത്രിയെ കഴിക്കാൻ പാടുള്ളൂ. അപ്പം അതിനിടയിൽ വിശന്നാലോ? വിശപ്പ് സഹിച്ച് നിൽക്കാൻ പാടില്ല. വിശക്കുമ്പോൾ കഴിക്കണം. അപ്പോൾ ഒരാൾക്ക് അമിത വിശപ്പാണെങ്കിലോ അതിന് ചികിത്സ തേടണം. ചില ആളുകൾക്ക് അമിത വിശപ്പ് അത് രോഗമാണ്, അതിൻ്റെ കാരണം കണ്ടെത്തണം. ആ കാരണം കണ്ടെത്തി അവർ ചികിത്സ തേടണം. എന്ത് കഴിച്ചാലും കഴിച്ചിട്ടില്ല എന്നുള്ള തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും. അമിത സന്തോഷം വരുമ്പം, അമിത ദുഃഖം വരുമ്പം, ചില സാഹചര്യങ്ങളിൽ മനുഷ്യന് അമിത വിശപ്പ് ആക്റ്റീവ് ആവും. സ്ഥിരമായി അമിത വിശപ്പുണ്ടെങ്കിൽ പ്രവാചക വൈദ്യശാസ്ത്രത്തിൽ അതിന് അമൂല്യമായ ചികിത്സയുണ്ട്. മാത്രമല്ല തീരെ വിശപ്പില്ല,
വളരെ പെർഫെക്റ്റ് ആയ ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. തീരെ വിശപ്പില്ലായ്മ എന്ന് പറയുമ്പം ഇയാളിൽ ലാക്ക് ഓഫ് ന്യൂട്രീഷൻ വരും, വൈറ്റമിൻ ഡെഫിഷ്യൻസി വരും, അയൺ ഡെഫിഷ്യൻസി വരും, കാൽഷ്യം ഡെഫിഷ്യൻസി വരും. അത് ഇയാളുടെ എല്ലിനെയും മറ്റ് ശാരീരിക അവയവങ്ങളെയും തളർത്തും, പാടില്ല. അപ്പോൾ ഒരാൾക്ക് തീരെ വിശപ്പില്ലേ, നിങ്ങൾ ചോദിക്കൂ. ചോദിച്ചാൽ കൃത്യമായ പരിഹാരങ്ങൾ പറഞ്ഞു തരും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മെ ശ്രദ്ധിക്കുന്ന, നമ്മെ കേൾക്കുന്ന, ഹിക്മ ഹീലിങ്ങിനെ ശ്രദ്ധിക്കുന്ന ആളുകൾ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ റാഹത്തായി ജീവിക്കണം എന്നതാണ്. അപ്പോൾ തീരെ വിശപ്പില്ലായ്മ ഉണ്ടോ, നിങ്ങൾ തീർച്ചയായും അതും ഭക്ഷണത്തിലൂടെ മരുന്ന് തന്നെ. ഒരു മരുന്ന് പറഞ്ഞുതരാം. എന്താ, ഇപ്പം നിങ്ങളെ കുട്ടികൾക്കോ നിങ്ങൾക്കോ തീരെ വിശപ്പില്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ചെറിയൊരു, ഞാനതിൽ കൊടക് ഓറഞ്ച് എന്നാണ് വിളിക്കുന്നത്. കൊടക് ഓറഞ്ച് എന്ന് പറയുന്ന ഒരു ഓറഞ്ച് ഉണ്ട്. ഇച്ചിരി വലുപ്പം കുറവായിരിക്കും, മധുരത്തോട് ഒപ്പം തന്നെ ചെറിയൊരു പുളി കൂടി ഉണ്ടാവും. ഈ ഓറഞ്ച് കുറച്ച് ദിവസം തുടർച്ചയായി കഴിക്കുന്നതിലൂടെ നമ്മളിലെ വിശപ്പ് ആക്റ്റീവ് ആയിക്കോളും. ഒന്നുകിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നന്നായി പഴുത്ത ചെറുനാരങ്ങ ഇച്ചിരി പിഴിഞ്ഞെടുത്ത് ഇത്തിരി മധുരം കൂടി ചേർത്ത് നാവിൽ പുരട്ടി കൊടുക്കുക. വിശപ്പ് ആക്റ്റീവ് ആയിക്കോളും. മനസ്സിലാക്കണം. ഇനി അതല്ലെങ്കിൽ ഏറ്റവും ഒറിജിനൽ ആപ്പിൾ സിഡർ വിനെഗർ ഒറിജിനൽ. ഇപ്പോൾ UAE ഞങ്ങളത് ലഭ്യമാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് നമ്മൾ അതിന് വേണ്ടിയുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആപ്പിൾ സിഡർ വിനെഗർ ഒരുപാട് ഉപകാരമുള്ളതാണ്. നമുക്ക് പിന്നീട് വേണമെങ്കിൽ കുറച്ച് പ്രൊഡക്റ്റുകളെ വിശദീകരിക്കുന്ന, പരിചയപ്പെടുത്തുന്ന, ആരോഗ്യകരമായ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ എന്തൊക്കെ ലഭ്യമാണ് എന്ന് പരിചയപ്പെടുന്ന ഒരു എപ്പിസോഡ് നമുക്ക് ചെയ്യാം. അന്ന് വിശദമായി പറഞ്ഞുതരാം. പ്രത്യേകിച്ചും ആപ്പിൾ സിഡർ വിനെഗർ ഹൃദ്രോഗികൾക്ക് നിർബന്ധമാണ്, കൊളസ്ട്രോളിൻ്റെ കംപ്ലൈൻ്റ് ഉള്ളവർക്ക് നിർബന്ധമാണ്, അമിതമായ കൊഴുപ്പടിഞ്ഞുകൂടിയവർക്ക് നിർബന്ധമാണ്. കുറേ പറയാനുണ്ട്. നമുക്ക് മറ്റൊരു എപ്പിസോഡിലാവാം. അപ്പോൾ വിശപ്പിനെ പ്രകൃതിപരമായി നമുക്ക് ഇതിലെ ആക്റ്റീവ് ആക്കാം. മനസ്സിലാക്കണം. ഇനി അതിലൂടെ ആക്റ്റീവ് ആക്കാത്ത ആളുകൾക്ക് ദഹന പ്രക്രിയയെ ത്വരിതപ്പെടുത്തിക്കൊണ്ട്, അതായത് നമ്മളിലെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നൊരു സിസ്റ്റം കൂടി മനുഷ്യനുണ്ട്. ആ സിസ്റ്റത്തെ പ്രകൃതിപരമായി തന്നെ ക്രമീകരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് ഉണ്ട്. ആകെ ഒരു മാസം മാത്രമേ ചെയ്യേണ്ടൂ. അങ്ങനെ ഒരു ചികിത്സയിലൂടെ നമുക്കത് ക്രമപ്പെടുത്തിയെടുക്കാം. കാരണം വിശപ്പില്ലായ്മ ഒരു രോഗമാണ്, അമിത വിശപ്പ് മറ്റൊരു രോഗമാണ്, ഭക്ഷണത്തോടുള്ള ആർത്തി വേറൊരു രോഗമാണ്. ഭക്ഷണത്തോട് ആർത്തിയുള്ളവർക്ക് ഞാൻ നല്ലൊരു മെത്തേഡ് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ പറഞ്ഞുതരാം. ഭക്ഷണത്തോട് ആർത്തി അതെങ്ങനെ ക്രമീകരിക്കാൻ പറ്റും എന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അപ്പോൾ ഏതായാലും ഭക്ഷണം കഴിക്കേണ്ട സമയം നമുക്ക് ബോധ്യമായി. അടുത്ത വിഷയം നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.